LDF വൻ വിജയം നേടും. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ സീറ്റ് നേടി LDF ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും. കാരണം UDF ഭരണമേൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഫണ്ടിൽ പോലും അഴിമതി നടത്തിയവരുടെ കയ്യിൽ കേരള ഭരണം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിൻ്റെ ആക്രാന്തം കൂടി UDF ഉണ്ടാവും. ആക്രാന്തത്തോടെയുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്ന് തെളിയിക്കുന്നതാണ് വയനാട് ഈ ദുരന്തത്തിൽ പിരിച്ച ഫണ്ടിൽ അഴിമതി നടത്തിയത്. അതിന് ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പിരിച്ച ആപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അധികാരമില്ലെങ്കിൽ പോലും അഴിമതി നടത്തുകയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരായിട്ടാണല്ലോ അഴിമതി ആരോപണങ്ങൾ വരേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിനെതിരെ, അതിലെ ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ആ പ്രതിപക്ഷം ഇപ്പോൾ അഴിമതി ആരോപണത്തിന്റെ കുരുക്കിൽ നിൽക്കുകയാണ്. ആരോപണത്തിന്റെ അല്ല, ഇപ്പോൾ ആളുകൾക്കാർക്കും ഇനിയിപ്പോൾ അത് ആരോപണമല്ലല്ലോ, വ്യക്തമായി കഴിഞ്ഞതല്ലേ. ഇപ്പം ഇവരുടെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ എന്തായിരിക്കും എന്ന് വിവേകമുള്ള ഏതൊരു മലയാളിയും ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് UDF ആളുകൾ പരിഗണിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. വൻ വിജയം LDF. തൃത്താലയിലെ സാധ്യത എങ്ങനെ? തൃത്താലയിൽ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും. ഞാൻ തുടക്കം മുതൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കംഫർട്ടബിളായി LDF ജയിക്കും. ഈ വോട്ടിന് പണം നൽകുന്നതൊക്കെ നമ്മൾ ആരോപണങ്ങളായി വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പണം നൽകുന്നു. അത് ഇത്തരത്തിലുള്ള രീതികൾ കേരളത്തിന് അപരിചിതമാണ്. കേരളത്തിന് പുറത്തുള്ള തെരഞ്ഞെടുപ്പിൽ അഴിമതി നടത്തുന്ന ഇത്തരം രീതികളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഉത്തരേന്ത്യയിലേക്ക് സ്ഥിരമായി അതാ പറയുന്നത്. ഉത്തരേന്ത്യയിലും എല്ലായിടത്തും, കേരളത്തിന് പുറത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ നടക്കുന്നത്. കേരളത്തിലെ ഈ ഉയർന്ന ജനാധിപത്യ സംസ്കാരത്തിന്റെ കാരണം ശക്തമായ ഇടതുപക്ഷമുള്ളതാണ്. അപ്പോൾ ആ ഇടതുപക്ഷം ശക്തമായിട്ടുള്ള കേരളത്തിൽ വ്യത്യസ്തമായൊരു ജനാധിപത്യ സംസ്കാരമാണ് നിലനിൽക്കുന്നത്. ഉത്തരേന്ത്യൻ രീതികൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കർണാടകയിലൊക്കെ ഇതുണ്ടല്ലോ. ഈ 1 ഡസൻ മന്ത്രിമാര് തോൽക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിലെന്താ പറയാൻ? അല്ല, അദ്ദേഹം ഇപ്പൊ ആദ്യം ഉറച്ചു നിൽക്കേണ്ടത് വനവാസത്തിന് പോകുന്നുള്ള കാര്യത്തിലാണ്. അതിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കേണ്ടത്. അതിന് പകരം പുതിയ പ്രസ്താവനകൾ നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ അത് കേൾക്കുന്നില്ലല്ലോ. വലിയ കോൺഫിഡൻസിലാണ്. അല്ല, കഴിഞ്ഞ വർഷം കോൺഫിഡൻസിന് UDF വല്ല കുറവുണ്ടായിരുന്നോ? കോൺഫിഡൻസ് പുറത്ത് പറയുന്നതിൽ എപ്പോഴും UDF മുന്നിലാണ്. നല്ല നടന്മാരല്ലേ ഇവരെല്ലാം, നല്ല നടന്മാരല്ലേ. കഴിഞ്ഞ വർഷത്തേതിന് വല്ല കുറവുണ്ടായിരുന്നോ കോൺഫിഡൻസിന്? റിസൾട്ട് വന്നപ്പോൾ 91-99 കൂടിയില്ലേ ഇത്തവണ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സീറ്റ് വർദ്ധിപ്പിച്ച് LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നത്. ആദ്യം VD സതീശൻ പറവൂരിൽ സ്ഥിതി നോക്കട്ടെ. അതാ മുഖ്യമന്ത്രി ചോദിച്ചത്. അവിടെ ഭദ്രമാണോ എന്ന് ചോദിച്ചില്ലേ? ഈ തെലങ്കാന മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം അതും ജനങ്ങളെ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കുമോ? തീർച്ചയായിട്ടും. ABVPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരാൾ DNA RSSന്റേതാണ്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ആയി മാറിയത്. ഏത് നിമിഷവും തിരിച്ചവിടേക്ക് പോകാനുള്ള ആളാണ് രേവന്ത് റെഡ്ഡി. ആ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് നടത്തിയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എഴുതി കൊടുത്തതായിരിക്കുമല്ലോ. അല്ലാതെ രേവന്ത് റെഡ്ഡിക്ക് ഇത് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ തെറി വിളിപ്പിക്കുന്ന സംസ്കാരശൂന്യതയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത്. അതിന് നിന്നുകൊടുക്കുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രിയും. ഈ സംസ്കാരശൂന്യതയ്ക്കുള്ള മറുപടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കൊടുക്കും. മുഖ്യമന്ത്രിയുടെ ആ ഒരു മറുപടി അല്പം കടുത്തു പോയിരുന്നല്ലോ. ഇല്ല, അത് UDFകാർക്കും പിന്നെ UDFനെ അനുകൂലിക്കുന്നവർക്കും ഇതെന്തോ അശ്ലീലാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നത് അവരുടെ കുഴപ്പമാണ്. അദ്ദേഹം ഇങ്ങോട്ട് തെറി വിളിച്ച ഒരാളെ ഇനി പൊന്നുമോനെ എന്നൊക്കെ വിളിച്ചിട്ട് അത്രത്തോളം പുകഴ്ത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫില്ല് ചെയ്യുന്നത് ആരാ? ഫില്ല് ചെയ്യുന്നത് UDF ആണ് ഫില്ല് ചെയ്യുന്നത്. അവരങ്ങനെയല്ലേ ഫില്ല് ചെയ്യാൻ, അവരുടെ മനോഭാവം അനുസരിച്ചല്ലേ അവർ ഫില്ല് ചെയ്യൂ. അദ്ദേഹം പറയാതെ പോയ വാക്ക് ഇന്നതാണ് എന്ന് UDFും അവരെ പിന്തുണയ്ക്കുന്നവരും സങ്കല്പിക്കുന്നത് അവരുടെ മനോവൈകൃതം കൊണ്ടാണ്. ഒരിക്കലും മുഖ്യമന്ത്രി ഒരു ദുരുദ്ദേശത്തോടു കൂടിയിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും. പിന്നെന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ
ഇങ്ങോട്ട് അധിക്ഷേപിച്ച ഒരാളെ പരസ്യമായി പുകഴ്ത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ അദ്ദേഹം വിട്ടു എന്നേ ഉള്ളൂ. കാശ് നമുക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. അതെ, അങ്ങനെയാണ്. അപ്പോൾ UDF പൂരിപ്പിച്ചത് മോശമായിട്ടാണ്, അല്ലെങ്കിൽ UDFനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ പൂരിപ്പിക്കുന്നത് അവരുടെ പ്രശ്നമാണ്. ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും ഇടതുപക്ഷ നേതാക്കൾ ആരെങ്കിലും ഇങ്ങനെ പൂരിപ്പിച്ചോ? അതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചിന്തിക്കും എപ്പോഴും. കാരണം അവരെഴുതി കൊടുത്ത് പറയിപ്പിച്ചതാണല്ലോ. അപ്പം അതിന് അതേപോലെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അവർ വിചാരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പറയാനൊരു മടിയുള്ള ആളല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഉള്ളത് പറയുന്ന ഒരാളാണല്ലോ. അപ്പം അദ്ദേഹം അങ്ങനെ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് അത് വിട്ടത്. വീണ്ടും മൂന്നാം പിണറായി സർക്കാർ. സംശയം എന്താ കാര്യത്തിൽ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ തുടരാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അഴിമതിക്കാരായിട്ടുള്ള ഈ UDFനെ അധികാരം ഏൽപ്പിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും മലയാളികൾ ചിന്തിക്കുമോ? ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഭരണത്തിന് പുറത്തിരുന്നിട്ടാണ് ഈ അഴിമതി. 10 വർഷത്തെ ആക്രാന്തം എല്ലാം കൂടി ഇവർ കാണിക്കില്ലേ? എന്തായിരിക്കും സ്ഥിതി? തൊലക്കില്ലേ കേരളത്തെ? അതിന് മലയാളി വിട്ടുകൊടുക്കില്ല എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.